മല്ലു ഹിന്ദു ഓഫീസേഴ്സ് വാട്സാപ്പ് ഗ്രൂപ്പ് വിവാദത്തിൽ കെ ഗോപാലകൃഷ്ണൻ IAS-ന് കുറ്റാരോപണ മെമ്മോ നൽകിയിരിക്കുകയാണ്. IAS ഉദ്യോഗസ്ഥർക്കിടയിൽ വിഭാഗീയതയുണ്ടാക്കാൻ ശ്രമിച്ചെന്നും സർവീസ് പെരുമാറ്റച്ചട്ടം ഗോപാലകൃഷ്ണൻ ലംഘിച്ചെന്നും മെമ്മോയിലുണ്ട്. ചീഫ് സെക്രട്ടറിയാണ് മെമ്മോ നൽകിയത്. ഒരു മാസത്തിനുള്ളിൽ മറുപടി നൽകണമെന്നും മറുപടി തൃപ്തികരമല്ലെങ്കിൽ അച്ചടക്ക നടപടിയിലേക്ക് പോകുമെന്നും മുന്നറിയിപ്പ്. സേഫ് സെയിൻ ലാബ്ദീൻ തിരുവനന്തപുരത്ത് നിന്ന് കൂടുതൽ വിവരങ്ങൾ പങ്കുവയ്ക്കാൻ ചേരുന്നുണ്ട്. സേഫ്, ഇതിപ്പോൾ കുറ്റാരോപണ മെമ്മോ എന്ന് പറയുമ്പോൾ ഗോപാലകൃഷ്ണൻ കുറ്റക്കാരനാണ് എന്ന് കണ്ടെത്തിയിരിക്കുന്നു. ഇനി അദ്ദേഹത്തിന്റെ വിശദീകരണമാണ് വേണ്ടത്, അങ്ങനെയാണോ? സംസ്ഥാന സർക്കാരുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥ തലപ്പത്തിൽ ഏതെങ്കിലും തരത്തിൽ അന്വേഷണത്തിൽ കണ്ടെത്തി കഴിഞ്ഞാൽ ആദ്യം ചെയ്യുക അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്യുക എന്നുള്ളതാണ്. അന്വേഷണ വിധേയമായ ഒരു സസ്പെൻഷൻ ഇതിനോടകം തന്നെ ഗോപാലകൃഷ്ണനെതിരെ സ്വീകരിച്ചിട്ടുണ്ട്. ഇനി ഗോപാലകൃഷ്ണൻ പറയാനുള്ളത് സംസ്ഥാന സർക്കാർ കേൾക്കുക എന്നുള്ളതാണ് കുറ്റാരോപണ മെമ്മോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ചില കുറ്റങ്ങൾ ചെയ്തു എന്ന് പ്രാഥമികമായി ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് ഗോപാലകൃഷ്ണനെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. ഗോപാലകൃഷ്ണന് കൂടുതൽ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ വിശദീകരിക്കാം. അതാണ് ഈ കുറ്റാരോപണ മെമ്മോ കൊണ്ട് ചാർജ് മെമ്മോ എന്നാണ് ഉദ്യോഗസ്ഥർക്കിടയിൽ അതിന് പറയുന്നത്. അങ്ങനെ ആ ചാർജ് മെമ്മോ കൊണ്ട് സംസ്ഥാന സർക്കാർ ഉദ്ദേശിക്കുന്നത്. ഈ ചാർജ് മെമ്മോ കൊടുത്തത് 2 ദിവസം മുമ്പാണ്. ഗോപാലകൃഷ്ണൻ ഭാഗത്തു നിന്ന് ചില വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ടെന്ന് സംസ്ഥാന പോലീസ് മേധാവി അടക്കമുള്ളവർ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ചീഫ് സെക്രട്ടറിയുടെ ശുപാർശ പ്രകാരം ഗോപാലകൃഷ്ണൻ IAS-നെ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുന്നത്. ഈ ചാർജ് മെമ്മോയിൽ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം IAS ഉദ്യോഗസ്ഥർക്കിടയിൽ വിഭാഗത ഉണ്ടാക്കാൻ വേണ്ടി കെ ഗോപാലകൃഷ്ണൻ ശ്രമിച്ചു എന്ന കണ്ടെത്തൽ സംസ്ഥാന സർക്കാരിന് മുന്നിലുണ്ട്. സർവീസിന്റെ പെരുമാറ്റച്ചട്ട ലംഘനമാണ് ഇതുമൂലം ഉണ്ടായിരിക്കുന്നത്. ഒരു മാസത്തിനുള്ളിൽ ഇതുമായി ബന്ധപ്പെട്ട് കൃത്യമായ മറുപടി ഗോപാലകൃഷ്ണൻ നൽകണം. ഇല്ലെങ്കിൽ മറുപടി തൃപ്തികരമല്ല എന്നുണ്ടെങ്കിൽ കടുത്ത നടപടികളിലേക്ക് പോകേണ്ടി വരും എന്ന മുന്നറിയിപ്പ് ഈ ചാർജ് മെമ്മോയിലുണ്ട്. സാധാരണഗതിയിൽ സസ്പെൻഡ് ചെയ്യപ്പെടുന്ന ഉദ്യോഗസ്ഥർക്ക് അവർക്ക് പറയാനുള്ളത് കേട്ടിട്ടാണ് മറ്റ് നടപടികളിലേക്ക് സംസ്ഥാന സർക്കാർ കടക്കുക. കാരണം ഇത് സംസ്ഥാനവുമായി ബന്ധപ്പെട്ട മാത്രം വിഷയമല്ല. IAS ഉദ്യോഗസ്ഥരാണ്. കേന്ദ്രവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ കൂടി, കേന്ദ്ര വകുപ്പുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൂടി, പേഴ്സണൽ മന്ത്രാലയവുമായി ബന്ധപ്പെട്ട വകുപ്പുകൾ, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൂടി ഇതിന്റെ ഭാഗമായി വരുന്നുണ്ട്. അതുകൊണ്ട് ഒരു IAS ഉദ്യോഗസ്ഥനെതിരെ കൂടുതൽ നടപടി സ്വീകരിക്കണം എന്നുണ്ടെങ്കിൽ അവർക്ക് പറയാനുള്ളത് കേൾക്കണം, സംസ്ഥാന സർക്കാരിന്റെ നിലപാട് അറിയണം. അങ്ങനെ വിവിധ തരത്തിലുള്ള സാങ്കേതിക നടപടിക്രമങ്ങളുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് ചാർജ് മെമ്മോ നൽകിയിരിക്കുന്നത്. ചാർജ് മെമ്മോ നൽകുമ്പോൾ അതിനകത്ത് ഗുരുതര സ്വഭാവത്തിലുള്ള കാര്യങ്ങൾ ചീഫ് സെക്രട്ടറി ആ ചാർജ് മെമ്മോയിൽ മുന്നോട്ട് വെക്കുകയും ചെയ്തിട്ടുണ്ട്. അതിനകത്ത് ഗോപാലകൃഷ്ണൻ എന്ത് മറുപടി നൽകും എന്നുള്ളതാണ് ഇനി അറിയേണ്ടത്. ഇതിപ്പോൾ സേഫ് സൂചിപ്പിച്ചതുപോലെ ഈ കുറ്റാരോപണ മെമ്മോ നൽകുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ, അതായത് ഗോപാലകൃഷ്ണനെതിരെ എന്തൊക്കെ കാര്യങ്ങളാണ് ഈ മെമ്മോയിലുള്ളത്? കാരണം ചീഫ് സെക്രട്ടറി സേഫ് സൂചിപ്പിക്കുന്നുണ്ടായിരുന്നു ഗുരുതരമായ ആരോപണങ്ങൾ, കുറ്റാരോപണങ്ങളൊക്കെ തന്നെ ഉണ്ട് എന്ന്. അതിന്റെ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? സംസ്ഥാന പോലീസ് മേധാവി ചില കണ്ടെത്തലുകൾ നടത്തിയിട്ടുണ്ട്. അദ്ദേഹം ഈ ഫോൺ പൂർണ്ണമായി റീസെറ്റ് ചെയ്തതിനു ശേഷമാണ് പോലീസിന് കൈമാറിയത്, ഫോറൻസിക് പരിശോധനയ്ക്ക് കൈമാറിയത്. മെറ്റ, ഗൂഗിൾ അടക്കമുള്ളവരുടെ റിപ്പോർട്ടുകൾ സംസ്ഥാന പോലീസ് മേധാവി ചീഫ് സെക്രട്ടറിക്ക് മുന്നിൽ സമർപ്പിച്ചിരുന്നു. പ്രാഥമികമായി നോക്കുമ്പോൾ അത് നിഷ്കളങ്കമല്ല. അദ്ദേഹം പറയുന്നത് നിഷ്കളങ്കമല്ല. തന്റെ ഫോൺ ഹാക്ക് ചെയ്തു എന്ന് പറയുന്നത് നിഷ്കളങ്കമല്ല. അദ്ദേഹം തന്നെ ഈ ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തതാണ് എന്ന വിലയിരുത്തലിലേക്കാണ് സംസ്ഥാന സർക്കാരും അല്ലെങ്കിൽ ഉദ്യോഗസ്ഥ തലത്തിലുള്ള മറ്റാൾക്കാരും എത്തിച്ചേർന്നിരിക്കുന്നത്. അതിനൊപ്പം തന്നെ ഈ ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തതിനു ശേഷം RSSലെ ചില കേരളത്തിലെ RSSലെ ചില നേതാക്കൾക്കും കേന്ദ്രത്തിലുള്ള RSSുമായി ബന്ധപ്പെട്ട പ്രവർത്തിക്കുന്ന ചില ആൾക്കാർക്കും ഇതിന്റെ സ്ക്രീൻഷോട്ട് അദ്ദേഹം അയച്ചു കൊടുത്തു എന്ന വിവരം കൂടി സംസ്ഥാന സർക്കാരിന് ലഭ്യമായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ കുറ്റാരോപണ മെമ്മോയിൽ IAS ഉദ്യോഗസ്ഥർക്കിടയിൽ വിഭാഗീയത ഉണ്ടാക്കാൻ വേണ്ടി ഗോപാലകൃഷ്ണൻ ശ്രമിച്ചു എന്ന പരാമർശം അതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അത് സർവീസ് ചട്ടങ്ങളുടെ ലംഘനമാണ്. അതുകൊണ്ട് തൃപ്തികരമായ മറുപടി അല്ല എന്നുണ്ടെങ്കിൽ നടപടികളിലേക്ക് പോകേണ്ടി വരും എന്നുള്ള മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. മറുപടി എന്താണ് എന്നുള്ളതാണ് ഇനി അറിയേണ്ടത്.